നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പ്രചാരണ ചൂടേറി. പത്രിക സമർപ്പിച്ച് എം മുകേഷും എം.എൽ. അശ്വിനിയും. 4-ാം തീയതി വരെ പത്രികകൾ സമർപ്പിക്കാം. 5-ാം തീയതി സൂക്ഷ്മ പരിശോധന. കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനും മക്കളും മരിച്ച നിലയിൽ. മരിച്ചത് വള്ളിൽ സ്വദേശി സുമേഷും 2 പെൺമക്കളും. അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയുന്ന പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനിറങ്ങി. ദേവികുളത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ. കൃഷി നശിപ്പിച്ചു. കോവളം ബേക്കൽ ജലപാത പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തം. പാടശേഖരങ്ങൾ ഇല്ലാതാകുമെന്ന ആശങ്ക. കുടിവെള്ളം മുട്ടുമെന്നും നാട്ടുകാർ. വിശദമായ വാർത്തകൾ നോക്കാം. അങ്ങനെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷും കാസർകോട് NDA സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനിയും തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന SUCI സ്ഥാനാർത്ഥി എസ്മിനിയും പത്രിക നൽകി. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. വി അരുൺ തലസ്ഥാനത്തെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതുവരെ പത്രിക സമർപ്പിച്ചു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്നുവരെ സമർപ്പണം നടത്താം? മുന്നണി സ്ഥാനാർത്ഥികൾ കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് ആണ് ആദ്യം പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അശ്വിനിയും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ക്രിസ്റ്റഫർ ഷാജു ആദ്യ പത്രിക സമർപ്പിച്ചു. പിന്നീട് SUCIയുടെ സ്ഥാനാർത്ഥി എസ്മിനിയും പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. മറ്റു മണ്ഡലങ്ങളിലും പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. മറ്റൊന്ന് 4-ാം തീയതി വൈകിട്ട് വരെ പത്രിക സമർപ്പിക്കാം. 5-ാം തീയതി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 8 വരെ പത്രിക പിൻവലിക്കാം. അതോടുകൂടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാണ്. ശരി, നന്ദി. വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് പയ്യോളി കുറ്റിയിൽ പീടികയിൽ അച്ഛനും മക്കളും മരിച്ച നിലയിൽ. വള്ളിൽ സുമേഷ്, മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരാണ് മരിച്ചത്. സുമേഷിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിലും മക്കളെ വീട്ടിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടത്. കുരിശുമരണത്തിന് മുന്നോടിയായി ക്രിസ്തുദേവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷ നടക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബസേലിയസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ തന്റെ ശിഷ്യന്മാരുടെ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി കാലുകൾ ചുംബിച്ചുകൊണ്ട് ഇന്ന് സഹനത്തിന്റെയും എളിമയുടെയും പ്രതീകമായി മാറിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കൂടി കടന്നുപോകൽ എന്നുകൂടിയാണ്. ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായിട്ടാണ് ക്രൈസ്തവർ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ നടന്നു. സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലാണ് രാവിലെ ചടങ്ങുകൾ നടന്നത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്
ബിഷപ്പ് കൂടിയായ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് ഇരിങ്ങാലക്കുട ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ മറ്റ് ദേവാലയങ്ങളിലും ഇതോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നു. വരാപ്പുഴ അതിരൂപത ആസ്ഥാന ദേവാലയമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വൈകിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിൽ ദേവാലയങ്ങളിൽ ഉച്ചയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. അങ്ങനെ വിവിധ ദേവാലയങ്ങളിലെല്ലാം തന്നെയും ഈ പെസഹ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയും വൈകിട്ട് അത് ചിലയിടങ്ങളിൽ തന്നെ വൈകിട്ട് ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. വളരെ പവിത്രതയോടെ ക്രൈസ്തവർ കണക്കാക്കുന്ന കടന്നുപോകുന്ന ഇത് വിശുദ്ധവാരം കടന്നു പോവുകയാണ്. ഇതിനുശേഷമുള്ള ദുഃഖവെള്ളിയിലേക്കും പീഠാനുഭവ സ്മരണകളിലേക്കും എല്ലാമുള്ള ഒരു തുടർച്ച ഈ ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. 5 തങ്ക സ്വദേശികളെ നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടലുമായി മോസ്കോയിലെ ഇന്ത്യൻ എംബസി. പ്രിൻസ് സെബാസ്റ്റ്യനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് മോസ്കോ ഇന്ത്യൻ എംബസി വക്താവ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശ് എംപിക്ക് ഇന്ത്യൻ എംബസി പ്രതിനിധി അയച്ച കത്ത് ന്യൂസ് 8 ലഭിച്ചു. നമ്മളിനി മൂന്നാറിലോട്ട് പോകുമ്പോൾ മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലാണ് ആന ഇറങ്ങിയത്. പുലർച്ചെ കൃഷിത്തോട്ടത്തിലെത്തിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പനും ഇറങ്ങിയിട്ടുണ്ട്. ദേവാലയത്തിലെ വേലിത്തൂണുകൾ ആന നശിപ്പിച്ചു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. പ്രിൻസ്, മൂന്നാറിലെ ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ച് യാതൊരു മനസമാധാനവും ഇല്ലാത്ത ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് പടയപ്പയുണ്ട്, ഒരു വശത്ത് ചക്കക്കൊമ്പനുണ്ട്. എന്താണ് നിലവിലൊരു സാഹചര്യം? അവിടുത്തെ ആളുകളുടെ ആശങ്ക അത് എത്രത്തോളമുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? ചക്കക്കൊമ്പനും പടയപ്പയും എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖല ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് അരിക്കൊമ്പനുണ്ടായിരുന്ന കാലഘട്ടത്തിന് സമാനമായ സാഹചര്യം. അരിക്കൊമ്പൻ എല്ലാ ദിവസവും ജനവാസ മേഖല ഇറങ്ങി നാശനഷ്ടം വരുത്തുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പന്റെയും പടയപ്പയുടെയും ഒക്കെ ഇറക്കം. പടയപ്പ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഈ ദേവികുളം ഫാക്ടറി മേഖലയിലാണ് നിലയുറപ്പിച്ചിരുന്നത്. പുലർച്ചെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് കടക്കുകയും വാഴയുടെ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ദേവികുളത്ത് തന്നെയായിരുന്നു. ദേവികുളത്ത് ഈ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ ചക്കക്കൊമ്പനായിട്ട് ചിങ്ങുകണ്ടത്താണ് 2 ദിവസങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു വീടിന് നേരെ ആക്രമണം ഉണ്ടായി. അതേ തുടർന്നാണ് ഇന്ന് ദേവാലയ പരിസരത്ത് എത്തുകയും ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കക്കൊമ്പൻ പന്നിയാർ എസ്റ്റേറ്റിലെ ഒരു റേഷൻ കടയ്ക്ക് നേരെയും ഒപ്പം 301 കോളനിയിലെ ഒരു വീടിന് നേരെയും ഒക്കെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇത്തരത്തിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നേരെയൊക്കെയുള്ള ആക്രമണങ്ങൾ വലിയ ആശങ്ക ജനങ്ങളിൽ ഉയർത്തുന്നുണ്ട്. കാരണം മുൻപ് അരിക്കൊമ്പൻ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തേടി ഇത്തരം കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവാക്കിയിരുന്നു. പ്രത്യേകിച്ചും വീടുകൾക്കും റേഷൻ കടകൾക്കും നേരെ അരിക്കൊമ്പൻ പതിവായി ആക്രമണം നടത്തിയിരുന്നു. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ എത്തുന്നത്. മിക്ക ദിവസങ്ങളിലുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ഒപ്പം ഈ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെയൊക്കെ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ചക്കക്കൊമ്പൻ മാറിയിരിക്കുന്നു. അത് വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് സ്റ്റേഷന് മുൻപിലെത്തിയത്. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട അടർത്തി കഴിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസുകാർ ശബ്ദമുണ്ടാക്കിയതാണ് ആനയെ തുരത്തിയത്. നമ്മുടെ പട്ട വലിച്ചത്. കണ്ണൂർ രാമന്തളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. രാമന്തളി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് കരിവള്ളൂർ സ്വദേശി പി ലിഗേഷ് ആണ് പിടിയിലായത്. രാമന്തളി കൊമ്പപ്പുറം സ്വദേശിയിൽ നിന്ന് 2000 രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഭൂനികുതി അടയ്ക്കുന്നതിനായി 2 തവണയായി 1500 രൂപ പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയതായും എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടതായുമാണ് പരാതി. കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. കാസർകോട് ഷെറിയാപുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങി. കാൽഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത്.
ഷെറിയ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രവൃത്തികൾക്ക് വേഗതയേറി. മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട്, കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 35 കോടിയോളം രൂപ ചെലവ് വരുന്നതാണ് പദ്ധതി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തത്. കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് 118 മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത്. കുമ്പള, മംഗൽപാടി പഞ്ചായത്തുകളിലെ 1000 ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു. പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും. 11 മീറ്റർ വീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം. 7.5 മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലായി 1.75 മീറ്റർ വീതിയിൽ കാൽനടയാത്രയ്ക്ക് നടപ്പാതയുമുണ്ടാകും. ഇരു പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട്, പച്ചമ്പള, അടുക്ക, കൽപ്പാറ, ബംബ്രാണ, ഊജാർ, ഉളുവാർ മേഖലകളിലെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കാസർഗോഡ് ചൌക്കി കാവുകോളി സ്വദേശി ബബിതയുടെ ചികിത്സയ്ക്ക് കൈത്താ വാങ്ങാൻ കാരുണ്യയാത്രയുമായി ഓട്ടോ ഡ്രൈവർമാർ. ഒരു ദിവസത്തെ വരുമാനമാണ് ചികിത്സയ്ക്കായി നൽകുന്നത്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് ആനന്ദനും 2 മക്കളും ഉൾപ്പെടുന്നതാണ് ബബിതയുടെ കുടുംബം. സുഹൃത്തിന്റെ ദയനീയ അവസ്ഥ തിരിച്ചറിഞ്ഞ സഹപ്രവർത്തകരായ പ്രസന്നകുമാർ, യോഗേഷ്, ശിവപ്രസാദ് എന്നിവരാണ് കാരുണ്യയാത്ര നടത്തിയത്. മൂന്നാർ ബോഡിമെട്ട് ദേശീയപാതയോരത്ത് മാലിന്യ കൂമ്പാരം. ആനയിറങ്കലിന് സമീപമാണ് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളിയത്. മേഖലയിൽ പതിവായി മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യമാണ് തള്ളിയിട്ടുള്ളത്. പറന്നിറങ്ങുന്ന മയിലുകൾ അടിമാലിയിലെ സ്ഥിരം കാഴ്ചയാണ്. ദിവസങ്ങളായി അടിമാലി ടൗണിന് സമീപത്തെ മന്നാം കാലയിലും 3/4 ഏക്കറിലുമെല്ലാം കൂട്ടത്തോടെയാണ് മയിലുകൾ എത്തുന്നത്. മയിലുകൾ കൂട്ടത്തോടെ എത്തുന്നത് നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. നോമ്പ് തുറക്കാരായ യാത്രക്കാർക്ക് ആശ്വാസമായി SYS പട്ടാമ്പി സോൺ ഇഫ്താർ ഖൈമ. റമദാനിൽ എല്ലാ ദിവസവും വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകിയാണിവർ പുണ്യപ്രവൃത്തിയുടെ ഭാഗമാകുന്നത്. കൽപ്പക സ്ട്രീറ്റിലാണ് ഇഫ്താർ ഖൈമ സജ്ജമാക്കിയത്. ഈത്തപ്പഴം, വെള്ളം, വിവിധ പഴവർഗ്ഗങ്ങൾ, ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് നൽകുന്നത്. കോവളം ബേക്കൽ ജലപാത പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാസർഗോഡ് അരയിപ്പുഴ മുതൽ ചിത്താരി വരെ ജനവാസ മേഖലയിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന കനാലിനെതിരെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം. ചരക്ക് നീക്കത്തോടൊപ്പം വിനോദസഞ്ചാരവും വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് കോവളം ബേക്കൽ ജലപാത. 13 റീച്ചുകളാക്കി 6500 കോടി രൂപ ചെലവിലാണ് പദ്ധതി. 620 കിലോമീറ്റർ പാതയിൽ കാസർഗോഡ് അരയിപ്പുഴ മുതൽ ചിത്താരി വരെ നിർമ്മിക്കുന്ന കൃത്രിമ കനാലിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. കൃത്രിമ ജലപാതയ്ക്ക് വേണ്ടി പാടശേഖരങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതുവഴി പ്രദേശത്തെ കുടിവെള്ളം മുട്ടുമെന്നുമാണ് പ്രദേശവാസികളുടെ ആശങ്ക. കൃത്രിമ ജലപാത നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാടശേഖരങ്ങളുടെ ഇരുകരകളിലുമായി 1000-ഓളം കുടുംബങ്ങളുണ്ട്. അരയിപ്പുഴ, ചിത്താരിപ്പുഴ എന്നിവിടങ്ങളിൽ ഉപ്പുവെള്ളമാണെന്നിരിക്കെ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ പ്രദേശത്ത് ഉപ്പുവെള്ളം എത്തുകയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും ചെയ്യുമെന്നാണ് മറ്റൊരാശങ്ക. സാമ്പത്തിക സർവേയും സാമൂഹിക ആഘാത പഠനവും പാരിസ്ഥിതിക ആഘാത പഠനവും ഒന്നും നടത്താതെ കനാലിന് വഴി തെരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സമരസമിതി ചോദിക്കുന്നു. ഞങ്ങളുടെ നിലപാടെന്ന് വെച്ചാൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനോ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല. ഇനിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇനിയും നമ്മളോട് പറയാനുണ്ടാവും. കാരണം ഞങ്ങൾ ഇന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾ, ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നേ പറ്റൂ. ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അതിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് നമുക്ക് ഉത്തരം തരണം. അവർ തരണം എന്ന് തന്നെയാണ് നമ്മൾ നിർബന്ധപൂർവ്വം ഇപ്പോഴും ശഠിക്കുന്നത്. കാരണം അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഉത്തമ പൗരൻ ഇല്ലെങ്കിൽ ആ ഒരു പൗര സമൂഹം എന്നുള്ളതിൽ ഞങ്ങളത് ആഗ്രഹിക്കുന്നു. 2023 ജനുവരിയിലാണ് കൃത്രിമ ജലപാതയ്ക്കായി ബല്ല വില്ലേജിലെ സ്ഥലം ഏറ്റെടുക്കുമെന്ന് കാണിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. എതിർപ്പ് മൂലം സർവേ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനാൽ കോട്ടപ്പുറത്ത് അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്.
പാലക്കാട് തൃത്താലയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകട ഭീഷണിയിലായി. അരീക്കോട് വെള്ളരച്ചോലയിലാണ് സംഭവം. ഇതോടെ സമീപത്തെ പാലത്തിലൂടെ ഭാരം കൂടിയ വാഹനയാത്രികർക്ക് പഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടി ഇളയപ്പൻ ക്ഷേത്രത്തിലെ നായ്വേപ്പ് ഉത്സവം നടന്നു. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച രൂപങ്ങൾ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. നായ്വേപ്പ് ദിവസം പുലർച്ചെ മുതൽ രാത്രി വരെ ഭക്തർ നടക്കുവെപ്പ് എന്നറിയപ്പെടുന്ന മൺരൂപങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കും. കളിമൺ പാത്ര നിർമ്മാണം കുലത്തൊഴിലായുള്ളവരാണ് ഈ ആചാരം നടത്തുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ചടങ്ങ്. പുണ്യമാസത്തിൽ മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മാറി കോഴിക്കോട് മുക്കം വാക്കിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ വിരുന്ന്. നാഗേരിക്കുന്നത്ത് മോഹൻ ബാബുവിന്റെ വീട്ടിലാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് മുഖ്യാതിഥിയായി. ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റൽ CPM പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതായി ആരോപണം. രാത്രിയിൽ ലോഡുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. നെടുങ്കണ്ടം ബാലൻപിള്ള സിറ്റിയിലാണ് സംഭവം. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPM നേതാവ് ഷംസ് പ്രതികരിച്ചു. തന്റെ പുരയിടത്തിലേക്ക് അനുവാദമില്ലാതെയാണ് നിർമ്മാണ സാമഗ്രികൾ ഇടാൻ ശ്രമിച്ചതെന്നും സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്നും ഷംസ് പ്രതികരിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് ശേഷം നമ്മുടെ ബാലൻപിള്ള സിറ്റിക്ക് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വിറ്റിന സാമഗ്രികളെ കൊണ്ടുവന്നൊരു ലോറി വഴി സൈഡിൽ താഴ്ന്നു കിടക്കുകയും ഞങ്ങൾ വരുന്ന വഴിക്ക് കാര്യം ഒന്ന് അന്വേഷിച്ചപ്പോഴേക്കും മിറ്റിലുമായിട്ട് വന്നാണ് വണ്ടി താഴ്ന്നു പോയത്. വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കാണ് മനസ്സിലായത് ഇത് റോഡ് പണിക്ക് വന്ന സാധനം ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് വണ്ടി കുഴിയിൽ പോവുകയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൂടി പ്രദേശവാസികളെല്ലാം കൂടി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റാർക്കും ഒരു അറിവില്ലാതെ രാമക്കൽമേട് വഴി പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന സാധന സാമഗ്രികൾ, അതായത് മിറ്റിലും മണ്ണും തുടങ്ങിയ സാമഗ്രികൾ ഇങ്ങനെ അനധികൃതമായിട്ട് കടത്തുന്നതായിട്ട് നേരത്തെ തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞതും നാട്ടുകാരെല്ലാം ചേർന്ന് ഇടപെട്ട് വണ്ടി അവിടെ തടഞ്ഞിടുകയും ശേഷം 10-11 മണിയോടുകൂടി നെടുങ്കണ്ടത്തിൽ നിന്ന് CI ഉൾപ്പെടെ പോലീസുകാരെത്തുകയും അവർക്കും കാര്യങ്ങൾ കണ്ട് പോയതിനു ശേഷം നാട്ടുകാർ വാഹനം വിട്ടുകൊടുത്തില്ല. അവർ വന്ന് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി തിരിച്ചു പോയതിനു ശേഷം ഇന്ന് രാവിലെയാണ് നമ്മൾ മീഡിയയ്ക്കും എല്ലാം കൊടുത്തതിന് ശേഷം വാഹനം പറഞ്ഞു വിട്ടത്. ഇടത് സ്ഥാനാർത്ഥി KS ഹംസ തൃത്താല മണ്ഡലത്തിൽ പര്യടനം നടത്തി. KS ഹംസയ്ക്കൊപ്പം LDF നേതാക്കളും ഉണ്ടായിരുന്നു. 3ാം ഘട്ട പര്യടനമാണ് തൃത്താല മണ്ഡലത്തിൽ നടന്നത്. ആനക്കര, കൂടല്ലൂർ, പട്ടിത്തറ, പരുതൂർ, കുളമുക്ക് എന്നിവിടങ്ങളിലായാണ് വോട്ട് തേടിയത്. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാക്പോര് മുറുകുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് കർഷക ജനത. ഭൂപ്രശ്നങ്ങൾക്കും വന്യമൃഗശല്യത്തിനും ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നവർക്ക് വോട്ടെന്നാണ് ചിന്നക്കനാൽ ഭൂസംരക്ഷണ സമിതിയുടെ നിലപാട്. മുന്നണികൾ മുമ്പോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗങ്ങൾ വിശകലനം ചെയ്ത് വോട്ട് രേഖപ്പെടുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചിന്നക്കനാൽ പഞ്ചായത്ത്, ചിന്നക്കനാൽ വില്ലേജിലെ ആനശല്യത്തെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളൊക്കെ നിരന്തരം പ്രക്ഷോഭണം ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ 18ഓളം ആനകൾ ഇവിടെ ഉണ്ട്. ചക്കക്കൊമ്പൻ മുതൽ അരിക്കൊമ്പൻ മുതൽ അരിക്കൊമ്പനല്ല മറ്റേ മുറിവാലം മുതൽ ഉള്ള ആനകൾ. അപ്പോൾ ഈ ആനകളുടെ ശല്യം ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് ഈ 3-4 മാസത്തോളമായി വേനൽ തുടങ്ങിയ മുതൽ കൃഷി മേഖലയിൽ തന്നെയാണ് ആനകൾ വിഹരിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് ആനകൾക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വനഭൂമി എന്ന് പറഞ്ഞതില്ല. വനഭൂമി യൂക്കാലി പുല്ലുമേടുകളിലൊന്നും ആന നിൽക്കത്തില്ല. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ കൃഷിത്തോട്ടങ്ങളിലേക്ക് സ്ഥിരമായിട്ട് രാവും പകലും മുഴുവനും കൃഷി മേഖലകളിലാണ് ആനകൾ. ഇപ്പോൾ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥിമാർ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള തയ്യാറാവണം. അവർ തരുന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഈ വന്യമൃഗശല്യത്തിൽ നിന്നും കരകയറ്റാൻ പറ്റുമെന്നുള്ള ഉറപ്പ് തരുന്ന ഏത് സ്ഥാനാർത്ഥിമാരാണോ ആ സ്ഥാനാർത്ഥിമാരായിരിക്കണം ഇവിടെ ജയിക്കേണ്ടത് എന്നുള്ള തീരുമാനം ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കും. ഇടുക്കിയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കട്ടപ്പന ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ടൗണിൽ റോഡ് ഷോയും നടന്നു. കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമമുണ്ടാക്കിയതായി വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി KK ശൈലജ. കോവിഡ് കാലത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ
ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറല്ല. 5 പൈസയുടെ അഴിമതി കാട്ടിയിട്ടില്ല. മൃതദേഹങ്ങൾ ഗംഗയിലേക്ക് എറിയാൻ കേരളത്തിന് കഴിയില്ല. മരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്താനാവില്ല. തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിൽ കോൺഗ്രസിനും ലീഗിനുമുള്ളിലും അസംതൃപ്തി ഉയരുന്നുണ്ടെന്നും കെ ശൈലജ ന്യൂസ് 18നോട്. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ആവേശകരമായി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ശൈല ടീച്ചർ തന്നെയുണ്ട്. ടീച്ചറെ, വലിയ ആവേശമാണ്. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ജനക്കൂട്ടവും ആരവും ഒച്ചയും ബഹളവും ഒക്കെയാണ് വടകരയിലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു? എല്ലാവിടെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടുത്തതല്ലേ കാണുന്നുള്ളൂ, ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട്. എന്തായാലും വടകരയിൽ നല്ല ആവേശത്തിലാണ്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാം, സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും വടകര ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ LDF വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്തായാലും ആ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ LDF പ്രതിനിധിയായി എന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവിടെ സംസാരിക്കാനൊരു അവസരം ഉണ്ടാവും. ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്, നല്ല ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു MLA ആകുമ്പോഴുള്ള വർക്കല്ല മന്ത്രിയുടേത്. മന്ത്രിയാകുമ്പോഴുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമല്ല ഒരു പാർലമെൻറ്റ് മെമ്പർ ആകുമ്പോൾ. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പാസ്സാക്കി. ആ സമയത്ത് തന്നെ ഇടതുപക്ഷം നല്ല വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിനെ എതിർത്തിരുന്നു. കാരണം നമ്മളിവിടുത്തെ പൗരത്വ രജിസ്ട്രേഷനൊന്നും എതിരല്ല. അതായത് സെൻസസ് നടത്താറുണ്ടല്ലോ സാധാരണ, 2021 സെൻസസ് പെൻഡിങ്ങിലാണ്. ആ സെൻസസ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ കൃത്യമായിട്ടുണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മതവിഭാഗങ്ങളുടെ എണ്ണം, അതിലുള്ള ആളുകളുടെ എണ്ണം, പ്രത്യേക ഒരു സംസ്ഥാനത്തുള്ള പൗരന്മാരുടെ എണ്ണം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ പൗരത്വ രജിസ്ട്രേഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്നാൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ, എന്നാൽ അതിനു പകരം പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, ബില്ല് അമെൻഡ് ചെയ്തുകൊണ്ട്. അതിനകത്തുള്ള ചില പരാമർശങ്ങളാണ് ചില ദുസ്സൂചനകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അമെൻമെൻറ്റ് പറയുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്നിരിക്കുന്നു, പിന്നെ വെളിയിൽ നിന്നൊക്കെ. അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കും. പക്ഷേ ഒരു മതത്തിനെ മാത്രമേ അതിനകത്ത് കാണാനില്ല, ബാക്കി എല്ലാ മതങ്ങൾക്കും കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഈ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖ് ഉണ്ട്, പാഴ്സി ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇവർക്കെല്ലാം പൗരത്വം നിർബന്ധമാണ്. മാത്രമല്ല നമ്മൾ പറയുന്നത് ഇവർക്കെല്ലാം ഒരേ അവകാശമാണെന്നാണ് ഭരണഘടനയിൽ. ഇനി വെളിയിൽ നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ അതിന് നിയമമുണ്ടല്ലോ. ഇവിടെ താമസിച്ച് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറുകയാണ്. അത് ഏത് രാജ്യത്തിലും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴെങ്ങനെയാണ് ഹിന്ദുവിന് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, സിഖിന് കൊടുക്കാം, പാഴ്സിക്ക് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ മാത്രം എങ്ങനെയാണ് ഒഴിവാക്കുക? അതൊരു ദുസ്സൂചനയാണ്. അത് ഈ രാജ്യത്തെ വിഭജിക്കുന്ന തന്ത്രമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ചിലപ്പോൾ തമാശക്കാളുകൾ പറയാറുണ്ട്, ഇന്ന് പുല്ലിൽ പെയ്തത് നാളെ നെല്ലിൽ പെയ്യും എന്നുള്ളത്. അപ്പോൾ അതാണ് കാണുന്നത്. ഇപ്പം ആസാമിൽ പൗരത്വ രജിസ്ട്രേഷൻ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിവായിപ്പോയത്, ദളിത് ഹിന്ദുക്കൾ സാധാരണക്കാരെ ഈ രജിസ്ട്രേഷൻ ഒന്ന് ഒഴിവാക്കുകയാണ്. അവർ ഒന്നിച്ച് സമരം ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട്. അങ്ങനെ ഒഴിവായാൽ റേഷൻ കാർഡ് ഉണ്ടാവില്ല, മറ്റ് ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല. ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനത, ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ ആ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? അതുകൊണ്ട് ഇത് അല്പം ഒരു അപകടകരമായ കളിയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് UDFന്റെ സമീപനം എന്താ? ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് ചട്ടങ്ങൾ വന്നപ്പോൾ, ഈ CAയുടെ ചട്ടങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രകടനമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. നമ്മളാരെങ്കിലും കാണിക്കാനോ ഒരു വോട്ട് കിട്ടാനോ നടത്തുന്നതല്ലത്. ഇപ്പോൾ 2019 തന്നെ അമെൻമെൻറ്റ് ആക്ട് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഇവിടെ കാസർഗോഡ് മുതൽ
തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിച്ചു. നിയമപരമായ നടപടികൾക്ക് എന്താ സാധ്യതയെന്ന് ഞങ്ങൾ ആരാഞ്ഞു. അത് സ്വീകരിക്കാൻ തയ്യാറായി.